അതെ, ഇപ്പം നമ്മൾ വേണ്ടാന്ന് വെച്ചാ പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവും ബുദ്ധിമുട്ടായിരിക്കും എന്നാ പറയുന്നത്. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? എന്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ പറയുന്നത്. കർത്താവ് സ്നേഹത്തോടെ നൽകുന്ന അനുഗ്രഹങ്ങളെ മനുഷ്യനായിട്ട് തടയുമ്പോൾ അത് കർത്താവിന്റെ മനസ്സിനെ ദുഃഖിപ്പിക്കും മോനെ. നിങ്ങൾ ഒരിക്കലും കർത്താവിന്റെ അനുഗ്രഹങ്ങളെ തള്ളിക്കളയരുത്. കർത്താവ് നൽകുന്ന അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവിൻ, സ്വയം ഏറ്റുപറയുവിൻ. കർത്താവിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് ഒരു സന്താന ഭാഗ്യം നൽകി തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട നല്ല മനസ്സുകൾക്ക് ഞങ്ങളുടെ ആശംസകൾ. വീണ്ടും ഈ നല്ല വീടെന്ന പരിപാടിയിലൂടെ നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ഒരിക്കലും പ്രസവം നീട്ടിവെക്കരുത് എന്നതിനെക്കുറിച്ചാണ് നാം കാണാൻ പോകുന്നത്. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവും തന്നെ. അതിനാൽ കർത്താവ് നൽകുന്ന അനുഗ്രഹത്തെ തടയാൻ ശ്രമിക്കരുത്. ഇന്നത്തെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനായി സ്ത്രീകളും ജോലിക്ക് പോകേണ്ട ഒരു നിർബന്ധമുണ്ട്. പുരുഷന്മാർക്കും തങ്ങളുടെ കരിയറിൽ മുന്നേറണം എന്നുള്ള ചിന്തയുണ്ട്. ഈ ഒരു ചുറ്റുപാടിൽ ചിലർ കുഞ്ഞിനെ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ സെറ്റിലായതിനു ശേഷം കുഞ്ഞു മതി എന്ന് പറഞ്ഞ് അവർ പ്രസവം നീട്ടിവെക്കുന്നു. ഇത്തരത്തിൽ സന്താനഭാഗ്യമില്ലാതായവർ അനേകം പേരുണ്ട്. ഇന്ന് അങ്ങനെയുള്ളവർക്കായിട്ടാണ് നാം പ്രാർത്ഥിക്കാൻ പോകുന്നത്. കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യുന്നതുവരെ കൈവിടുകയില്ല. അതിനാൽ നിങ്ങൾ ദുഃഖിക്കേണ്ട. തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ സന്തതിയെ അഭിവൃദ്ധിപ്പെടുത്തും. ഇനി നമുക്ക് ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. അതെ, എല്ലാരും ചോദിക്കാൻ തുടങ്ങി. ഓഫീസിൽ പോലും പോകാൻ പറ്റുന്നില്ല. നിനക്കാണോ പ്രോബ്ലം അതോ നിന്റെ ഹസ്ബൻഡിനാണോ പ്രോബ്ലം എന്ന് ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാ, തല കുനിച്ച് നിൽക്കേണ്ടി വന്നു. അല്ല, നീ ഇന്നലെ അമ്മയുടെ അടുത്ത് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അമ്മായിമ്മയും മരുമോളും കൂടെ ഇതിനു മാത്രം സംസാരിക്കാൻ എന്താ? അമ്മയ്ക്ക് വേറെ എന്താ ചോദിക്കാനുള്ളത്? ഒരു കൊച്ചുമോനെയോ കൊച്ചുമകളെയോ വേഗം എനിക്ക് തരണമെന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ലേ? നിങ്ങളോട് പറഞ്ഞ് ഈ തീരുമാനത്തിൽ നിന്ന് മാറണമെന്നും പറയാൻ പറഞ്ഞു. ഇത് അമ്മ പറഞ്ഞാണോ അതോ നീ തന്നെ പറയാണോ? അതല്ല, അമ്മ എവിടെ? അമ്മ രാവിലെ മുതൽ ആരോടോ ഫോണിൽ സംസാരിച്ചോണ്ടേ ഇരിക്കുകയാണ്. ആരോടാണെന്നറിയില്ല. എനിക്ക് മനസ്സിന് നല്ല സന്തോഷമില്ലെന്നും അതുകൊണ്ട് കുറച്ചു ദിവസം ആങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് വരാമെന്നും പറഞ്ഞ് അമ്മ അങ്ങോട്ട് പോയി. എന്താ, നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? ശരി, കുക്കർ അടുപ്പ് വെച്ചിരിക്കുക, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സുധേ, നിനക്ക് ഈ അടുത്തല്ലേ ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയത്? അതുകൊണ്ട് കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുന്നത് കുറച്ചു നാളത്തേക്ക് നീട്ടിവെക്കാൻ തോന്നുന്നു. അതിനും ഈ ജോലിക്കും എന്താ സംബന്ധം? അതല്ല മോളെ, കൺസീവ് ആയി കഴിഞ്ഞാൽ നിനക്ക് മര്യാദയ്ക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല. പിന്നെ ലീവ് എടുക്കേണ്ടി വരും. എനിക്കെന്താ തോന്നുന്നു വെച്ചാ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഈ ജീവിതം ശരിക്കൊന്ന് ആസ്വദിച്ചാലോ? നീ എന്തു പറയുന്നു? അതെ,
ഇപ്പം നമ്മൾ വേണ്ടാന്ന് വെച്ചാ പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവും ബുദ്ധിമുട്ടായിരിക്കും എന്നാ പറയുന്നത്. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? എന്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെയാ പറയുന്നത്. എന്റെ ഫ്രണ്ട്സും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പറഞ്ഞേ. ഇപ്പൊ അവർക്കെല്ലാം കുട്ടികളും ഉണ്ട്. ആദ്യം നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ശരിക്കും മെച്ചപ്പെടണം. താൻ വേറൊന്നിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കണ്ട. ആവശ്യമില്ലാതെ മനസ്സിനെ വെറുതെ കുഴപ്പിക്കണ്ട. അതെ, 1 വർഷം കഴിഞ്ഞില്ലേ, മതിയെന്നേ. എടോ, നമുക്കതിനു മാത്രം പ്രായമായിട്ടില്ലല്ലോ. താൻ എന്തിനെങ്ങനെ ധൃതി പിടിക്കുന്നേ? അമ്മയാണെങ്കി എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. എന്റെ അമ്മയാണെങ്കി ദിവസവും ഫോൺ വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ തന്നെ ഒന്ന് പറ. ഞങ്ങൾ പറയാം. അപ്പ അമ്മ വാന്ന് പറഞ്ഞാ പോരെ? ഗണേഷ്, നിങ്ങൾ രണ്ടുപേരും പഠിച്ചവരാ, വിവേകമുള്ളവരാ. ചേച്ചി, ഞങ്ങൾ പ്രായപൂർത്തിയായവരാ. ചേച്ചി വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. നിന്റെ അമ്മ എനിക്ക് ഫോൺ ചെയ്തിരുന്നു മോനെ. ഒരുപാട് ഫീൽ ചെയ്തു. ഞാൻ എത്രയോ പറഞ്ഞു നോക്കി, അവനെ അനുസരിക്കുന്നില്ലെന്നാ അവര് പറഞ്ഞത്. ഗണേഷ്, 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് സ്ത്രീകൾക്ക് കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ശരിയായ സമയം. നീ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് അത് നിങ്ങൾ നീട്ടിവെക്കുമ്പോ എന്താ സംഭവിക്കുകയെന്നറിയാമോ? 30 വയസ്സ് കഴിഞ്ഞിട്ട് ഗർഭം ധരിക്കുന്ന സ്ത്രീകളിൽ ധാരാളം പേർക്ക് ഗർഭഛിദ്രമുണ്ടാകുന്നുണ്ട്. അതുപോലെ അവർക്ക് നട്ടെല്ലിന് പ്രശ്നം ഉണ്ടാകുന്നുമുണ്ട്. സുഖപ്രസവത്തിന് പകരം സിസേറിയൻ ചെയ്യേണ്ടിയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതാത് സമയത്ത് ചെയ്യേണ്ടത് ചെയ്യണോ എന്ന് പണ്ടുള്ളവര് പറഞ്ഞിട്ടുള്ളത്. ശരിയായ പ്രായത്തിൽ കുഞ്ഞിനെ പ്രസവിച്ചാലേ നിന്റെ ഭാര്യയ്ക്ക് നല്ല ആരോഗ്യമുണ്ടാവൂ, കുഞ്ഞിനെയും ആരോഗ്യത്തോടെ വളർത്താൻ സാധിക്കൂ. ശരി ചേച്ചി, ഞാനെന്റെ തീരുമാനം മാറ്റിക്കോളാം. അതാണ് നല്ലത്. ചേച്ചി, ശരി. എന്നാടാ എന്ത് തന്നെയായാലും നീ അവനെ അടിക്കാൻ പാടില്ലായിരുന്നു. എനിക്കും മനസ്സിലായടാ, ഞാൻ കുറച്ച് ധൃതി കാണിച്ചു പോയി. ഞാൻ നിന്നോട് വേണ്ടാന്ന് പറഞ്ഞിരുന്നതല്ലേ. ഇപ്പൊ എന്താ പറ്റിയേ? വഴക്ക് നടന്നിട്ട് 3 മാസമായില്ലേ. തൽക്കാലം ജ്യോതിച്ചേച്ചിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചില്ലേ? അതല്ലടാ, ഇപ്പോഴും അവന്റെ മനസ്സിൽ ആ ദേഷ്യം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. നീ എന്താ ഈ പറയുന്നേ? അന്നവൻ ക്ഷമിച്ചതല്ലേ? അത് വെറും അഭിനയം മാത്രമാണ്. ഇന്നലെയും കൂടി രാജുവിന്റെ അടുത്ത് അവൻ പറഞ്ഞു, സന്ദർഭം കിട്ടുമ്പോ തീർച്ചയായിട്ടും നിന്നെ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുമെന്ന്. വരട്ടെ, നമുക്ക് നോക്കാം. അതെ ഏട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്. എന്തുപറ്റി? 3 മാസം കഴിഞ്ഞു, കുഞ്ഞുങ്ങള് നിൽക്കുന്നത് പോലെ തോന്നുന്നില്ലല്ലോ. നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഡോക്ടറെ കാണാൻ പോയില്ലായിരുന്നോ? ഡോക്ടർ എന്ത് പറഞ്ഞു? എല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെ എന്താ നിന്റെ പ്രശ്നം? നീ ടെൻഷൻ ആവില്ലേ? അതല്ല, എൻ്റെ ഫ്രണ്ട് നമ്മളെപ്പോലെ ആയിരുന്നു. കുറേ വർഷം വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ കുഞ്ഞുങ്ങളും ഉണ്ടാവുന്നില്ല. ഡോക്ടർ പറഞ്ഞത് 2 പേർക്കും കുഴപ്പമൊന്നുമില്ലെന്നാണ്. അതാ എനിക്ക് നല്ല പേടിയുണ്ട്. നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? വീട്ടിൽ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാ അമ്മേ അവിടെ ഇല്ല. അതാ. അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയോട് വരാൻ പറഞ്ഞാലോ? അമ്മയോടല്ല, ജ്യോതി ചേച്ചിയോടാ വരാൻ പറഞ്ഞത്.
നിന്റെ അമ്മായിയമ്മ എവിടെ? ഞങ്ങളോട് ദേഷ്യപ്പെട്ട് അമ്മയുടെ ആങ്ങളയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. ചേച്ചി, എനിക്കും ചെറിയൊരു പേടിയുണ്ട്. ഞങ്ങൾക്ക് സന്താനഭാഗ്യം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ചെറിയ പേടിയുണ്ട്. ഗണേഷ്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെയെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. കർത്താവ് സ്നേഹത്തോടെ നൽകുന്ന അനുഗ്രഹത്തെ മനുഷ്യൻ തടയുമ്പോൾ അത് കർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കും മോനെ. കർത്താവ് നൽകുമ്പോൾ നമ്മൾ അതിനെ തടയരുത്. തടയാനുള്ള അവകാശവും നമുക്കില്ല. ജോലിക്ക് പോകണം, സമ്പാദിക്കണം, നല്ല നിലയിലെത്തണം, സൗന്ദര്യവും നഷ്ടപ്പെടരുത്. കുഞ്ഞ് ജനിച്ചാൽ നമ്മുടെ സന്തോഷമൊക്കെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഇന്ന് ധാരാളം പേർ കുഞ്ഞിനെ പ്രസവിക്കുന്നത് നീട്ടിവെക്കുകയാണ്. അവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം അറിയില്ല. ഇനി ഞാൻ എന്താണ് ചേച്ചി ചെയ്യേണ്ടത്? വേദപുസ്തകത്തിൽ 38 വർഷമായി രോഗം ബാധിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന മനുഷ്യനോട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിക്കുകയുണ്ടായി. ഇപ്പോ നിങ്ങളുടെ അവസ്ഥ അതാണ്. ഒരു കുഞ്ഞു വേണമെന്ന് ഇത്രയും വർഷം നിങ്ങൾ ആഗ്രഹിച്ചില്ല. ഇപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ടോ? അതെ ചേച്ചി. അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് വായ തുറന്ന് ഏറ്റുപറയണം. ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കണം. ഞങ്ങളിപ്പോൾ ഒരു കുഞ്ഞിനായി കൊതിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം നിറവേറ്റണേ എന്ന് രണ്ടുപേരും ചോദിക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കാം. ഇതേ ഉള്ളൂ ഒരു വഴി. ശരി ചേച്ചി. ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ വീട്ടിൽ തീർച്ചയായും മുതിർന്നവരുണ്ടായിരിക്കണം. ഞാൻ നിന്റെ അമ്മായിയമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഗണേഷ്, സുധേ, നിങ്ങൾ രണ്ടുപേരും ഇതിനെക്കുറിച്ച് വിഷമിക്കണ്ട. നിങ്ങളുടെ ആഗ്രഹം കർത്താവ് തീർച്ചയായും സാധ്യമാക്കും. ചേട്ടാ, ഒരു ഇലയിട്ടേ. കഴിക്കാൻ എന്താ ചേട്ടാ? നീയോ? ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? നിങ്ങളുടെ കരിയർ, വരുമാനം, കുഞ്ഞിനെ വളർത്തുന്നത്, ഈ പ്രശ്നങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. അവൻ തീർച്ചയായും ഇതെല്ലാം കൈകാര്യം ചെയ്യും. ഇപ്പോൾ നമ്മുടെ സഹോദരിയോടൊപ്പം ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. അടുത്തതായി നിങ്ങളുടെ കുറവുകളെല്ലാം പരിഹരിച്ച് ഒരു സന്തതി ഉണ്ടാകുന്നതിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ സഹോദരി ചെല്ലാറാണി അപ്പാദൂരെ അവർ നമ്മോടൊപ്പമുണ്ട്. ദൈവ സന്ദേശം കേൾക്കാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നല്ല വീട് എന്ന ഈ പരിപാടിയിലൂടെ നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് ഭാര്യയും ഭർത്താവുമായിട്ട് കുടുംബത്തെ യോജിപ്പിച്ച് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ യോജിപ്പിച്ച കർത്താവ് എന്നും അനുഗ്രഹിക്കുന്ന കർത്താവാണ്. വംശവൃദ്ധി നൽകി നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന കർത്താവ് വംശവൃദ്ധി നൽകി അനുഗ്രഹിക്കുന്നവനാണ്. അതുമാത്രമല്ല, സങ്കീർത്തനങ്ങൾ 127 പറയുന്നുണ്ട്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ശുശ്രൂഷ പാതയിൽ വിവാഹം കഴിഞ്ഞ ദമ്പതികൾ എന്നെ കണ്ട് പ്രാർത്ഥിക്കുന്നതിനായി വരാറുണ്ട്. അവരെന്നോട് പറയാറുണ്ട്, കർത്താവ് ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി യോജിപ്പിച്ചിരിക്കുന്നു, പക്ഷേ കുഞ്ഞിനെ പ്രസവിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ല ആന്റി. അതെന്താ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമേ ജോലിയുള്ളൂ, എനിക്കിനിയും ജോലിക്കുള്ള വഴി തുറന്നിട്ടില്ല എന്ന് ആ സഹോദരി പറയാറുണ്ട്. രണ്ടുപേരും സമ്പാദിച്ചാലേ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി വലുതാക്കാൻ പറ്റൂ. ഒരാളുടെ സമ്പാദ്യം കൊണ്ട് വീടിന്റെ വാടകയൊക്കെ കൊടുത്ത് മറ്റ് ചെലവുകളൊക്കെ നോക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കും ജോലി കിട്ടട്ടെ, അതിനുശേഷം കുഞ്ഞിന്റെ കാര്യം നോക്കാമെന്ന് അവർ പറയാറുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചിലരിങ്ങനെ പറയാറുണ്ട്. മറ്റു ചിലർ പറയാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്, ഞങ്ങളെന്നും ജോലിക്ക് പോയാൽ മക്കളെ ആര് നോക്കും, ആരാണ് ചുമതലയോടെ വളർത്തുക
കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെ കുടുംബത്തിലും മാതാപിതാക്കൾ വന്ന് കുഞ്ഞിനെ നോക്കുന്ന അവസ്ഥയിലല്ല. അവർക്കൊക്കെ പ്രായമായി, അവരും വീട് വിട്ടിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പലരും പറയാറുണ്ട്. ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്ത ഇപ്പോൾ ഞങ്ങൾക്കില്ല, അതിപ്പോഴത്തേക്കില്ല എന്നു പറയാറുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ലോകത്ത് എത്രയോ പേരൊരു കുഞ്ഞിനു വേണ്ടി ലക്ഷക്കണക്കിന് ചെലവാക്കുന്നു. എവിടെയൊക്കെയോ പോയി ചികിത്സിക്കുന്നുണ്ട്, എങ്കിലും അവർക്ക് സന്താനഭാഗ്യം കിട്ടുന്നില്ല. എത്രയോ പേർ ദുഃഖത്തോടെ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി വരാറുണ്ട്. ലക്ഷക്കണക്കിനാണ് ചെലവാക്കുന്നത്. ആ ട്രീറ്റ്മെന്റ് കാരണം ഞങ്ങളുടെ ശരീരവും ബലഹീനമാവുന്നു, വല്ലാതെ കഷ്ടപ്പെടുന്നു. എന്നിട്ടും എന്ത് പ്രയോജനം? ആ ബലഹീനതയും സഹിച്ച് പണം ചെലവാക്കാനും ആലോചിക്കാതെ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യമൊക്കെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണ്ടായിരുന്നു, അന്ന് അങ്ങനെ തീരുമാനിച്ചു. പക്ഷേ ഇന്ന് ആ ഒരു അനുഗ്രഹത്തിനായി ഞങ്ങൾ ഏങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കർത്താവിനോട് കരയുകയാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞില്ല, വൈദ്യശാസ്ത്രവും തോറ്റു, എത്രയോ ചികിത്സിച്ചു നോക്കിയിട്ടും യാതൊരു ഫലവുമില്ല, സന്താനഭാഗ്യമെന്ന അനുഗ്രഹം കിട്ടുന്നില്ല എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നൽകുന്ന അനുഗ്രഹത്തിന് നാം തടസ്സം നിൽക്കരുത്. കർത്താവ് അതാത് സമയത്ത് എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്യുന്നതാണ്. കർത്താവിനറിയാം സന്താനഭാഗ്യം എങ്ങനെ നൽകണം, എപ്പോൾ നൽകണമെന്ന് കർത്താവിനറിയാം. അതിനാൽ ഈ പരിപാടി കാണുന്ന പ്രിയപ്പെട്ട ദമ്പതികളായിരിക്കാം, വിവാഹം കഴിഞ്ഞ് 1 വർഷം കടന്നുപോയിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് വേണ്ട, കുറച്ചു വർഷം പോകട്ടെ എന്നുള്ള ഒരു തീരുമാനത്തോടെയായിരിക്കാം ഈ പരിപാടി കാണുന്നത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവ് നൽകുന്ന അനുഗ്രഹം നേടാൻ തയ്യാറായിരിക്കുക. വിവാഹം കഴിഞ്ഞാൽ കർത്താവെ, ഞങ്ങളൊരു കുടുംബമായിരിക്കുന്നു, ഞങ്ങളെ കുടുംബമാക്കിയതിന് നന്ദി പറയുന്നു, ഞങ്ങളെ കുടുംബമായി ചേർത്ത് അങ്ങ് അനുഗ്രഹിക്കുന്നു, അതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്കായി കർത്താവെ, അങ്ങ് ഒരു കുഞ്ഞിനെ തരാനായി എപ്പോഴാണോ ആഗ്രഹിക്കുന്നത്, അങ്ങയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഞങ്ങളുടെ ആഗ്രഹം പോലെ അല്ല വേണ്ടത്. സ്വയചിന്ത വേണ്ട, മനുഷ്യരുടെ ഉപദേശങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ എങ്ങനെയൊക്കെയാണോ അനുഗ്രഹിക്കേണ്ടത് അങ്ങനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. കർത്താവ് എന്ന്, എപ്പോൾ, എങ്ങനെ വേണോ, എങ്ങനെ അനുഗ്രഹിക്കണോ തീർച്ചയായും അനുഗ്രഹിക്കും. മറ്റൊരു കാര്യം പറയാം. ശുശ്രൂഷയിൽ ചില സഹോദരിമാർ വരാറുണ്ട്. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ശരീര സൗന്ദര്യം കുറഞ്ഞു പോകുമല്ലോ, ഞാൻ സുന്ദരിയാണ്, എന്നെ കണ്ട് എല്ലാവരും സുന്ദരിയാണെന്ന് പറയുന്നുണ്ട്. കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി നമ്മൾ ഗർഭം ധരിക്കുകയാണെങ്കിൽ എന്റെ ശരീര സൗന്ദര്യം പോകുമല്ലോ എന്ന് വിചാരിച്ചു. ശുശ്രൂഷയിൽ ശരിക്കും അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ ഏതു ഫംഗ്ഷന് പോയാലും എന്നെ കണ്ട ഉടനെ ചോദിക്കും, നിനക്ക് എത്ര കുട്ടികളാണുള്ളത്, കുഞ്ഞില്ലേ എന്ന്. എന്താ വെറുതെ ഇരിക്കുന്നത്? ഞങ്ങൾ പോയ ഉടനെ വരാൻ പറഞ്ഞ് വിളിക്കുക പോലുമില്ല. സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് പകരം കുഞ്ഞുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കാറ്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് തോന്നി ലോകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പോൾ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയപ്പോൾ ആ വാക്കുകൾ ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റുള്ളവർ ഞങ്ങളോടിങ്ങനെ ചോദിക്കുമ്പോൾ നിനക്ക് ഇനിയും ഒരു കുഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന ആ നിന്ദ, പരിഹസിക്കുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ വീട്ടിലായാൽ പോലും ഞാൻ ശരിക്ക് ഭക്ഷണം കഴിക്കുന്നില്ല. അതേപോലെ രാത്രിയിൽ ഉറക്കവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ ശരീരം ബലഹീനമായി പോകുന്നു. ആരാണോ അന്ന് എന്നോട് നീ കാണാൻ വളരെ സുന്ദരിയായിരിക്കുന്നു എന്ന് പറഞ്ഞത്, അവര് തന്നെ ഇപ്പോൾ എന്നോട് നിന്റെ സൗന്ദര്യമൊക്കെ എവിടെ പോയി, കിഴവിയെ പോലെ ആയല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ണുനീരൊഴുക്കുന്ന സഹോദരിമാരുണ്ട്. കാരണം എന്താണെന്നോ? കർത്താവിന്റെ ഹിതത്തിനും കർത്താവ് നൽകുന്ന അനുഗ്രഹത്തിനും കീഴടങ്ങാതെ തങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും തീരുമാനങ്ങൾക്കും പ്രാധാന്യം നൽകിയതിനാൽ ആരാണോ അവരെ നോക്കി നീ സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞത്, അവര് തന്നെ ഇവരോട് നിന്റെ സൗന്ദര്യമൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്ന വിധം ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇതിനായി കണ്ണുനീരൊഴുക്കുന്ന സഹോദരിമാരുണ്ട്. നിങ്ങളുടെ ആശ്വാസവാക്ക് കേൾക്കാനായി വന്നിരിക്കുകയാണ് ആന്റി എന്ന് എന്നോട് പറഞ്ഞ് കർത്താവിന്റെ ഉപദേശം കേട്ട് പ്രാർത്ഥനയോടുകൂടി മടങ്ങിപ്പോകുന്ന സഹോദരിമാരുണ്ട്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ദമ്പതികളായിരിക്കാം, ഒരുപക്ഷെ കുറച്ചു വർഷം കൂടി പോകട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം. ഇതുപോലുള്ള എത്രയോ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്.
കർത്താവ് നിങ്ങൾക്കായി നൽകുന്ന അനുഗ്രഹങ്ങളെ പുറന്തള്ളരുത്. നിന്റെ സന്തതിയെ ഞാൻ അഭിവൃദ്ധിപ്പെടുത്തും എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളെ ഒരു കുടുംബമാക്കി അനുഗ്രഹിച്ചിരിക്കുകയാണ്. സന്തതിയെ നൽകി അനുഗ്രഹിക്കുന്നതാണ്. സന്തതിയെ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നതിലൂടെ സന്തതി മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങളുടെ സന്തതിയിലൂടെ മാതാപിതാക്കളായ നിങ്ങളുടെ പേരും പ്രശസ്തമാകും. ഈ മക്കളുടെ പേരൻസ് ഇവരാണ് എന്നെല്ലാവരും പറയുമ്പോൾ മക്കളുടെ അനുഗ്രഹം കണ്ട് എല്ലാവരും ആരെയാണ് പ്രശംസിക്കുക? പേരൻസായ നിങ്ങളെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ യഹോവ മക്കളായ സന്തതികളെ മാത്രമല്ല അനുഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിന്റെ പേര്, നിങ്ങളുടെ പേര് പ്രശസ്തമാകുന്ന വിധത്തിൽ കർത്താവ് അനുഗ്രഹിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ ഇതുവരെ ഇപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കാനില്ല, ഇനിയും കുറച്ചു വർഷം കൂടി പോകട്ടെ എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ഈ പരിപാടി നിങ്ങൾ കാണുകയായിരിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കാൻ ആഗ്രഹിക്കുന്നു. പേരും പെരുമയും നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസവും നിറഞ്ഞ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടിയല്ല നിങ്ങളെ കുടുംബമാക്കിയത്. ഒരു കുഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ കണ്ണുനീരൊഴുക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. എന്തിനാണ് ഈ ജീവിതം എന്നുപോലും ജീവിതത്തോട് വെറുപ്പ് തോന്നുന്ന എത്രയോ സഹോദരിമാരെ നമുക്ക് കാണാൻ കഴിയും. അതിനാൽ കർത്താവ് നൽകുന്ന അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവിൻ, സ്വയം ഏറ്റുപറയുവിൻ, കർത്താവിന്റെ ഹിതത്തിന് കീഴടങ്ങുക. കർത്താവ് നിങ്ങൾക്കൊരു സന്താന ഭാഗ്യം നൽകി തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം നേടുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങളങ്ങേ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു യേശുവേ. ഈ ഭാര്യ ഭർത്താക്കന്മാരെ കുടുംബത്തോടെ അനുഗ്രഹിക്കുന്ന കർത്താവേ, സന്തതിയെ നൽകി ഇവരെ അനുഗ്രഹിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഇന്നേ ദിവസം കർത്താവെ, ദമ്പതികളായി ഈ പരിപാടി കണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു കുഞ്ഞിനെ വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവിന്റെ ശക്തി ഇറങ്ങി വരുന്നതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നേ ദിവസം കർത്താവെ, ഒരു കുഞ്ഞിനെ ഇപ്പോൾ വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഓരോ കുടുംബത്തോടും കർത്താവ് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് യേശുവേ. തങ്ങളുടെ സ്വന്തം തീരുമാനത്തിനും ആഗ്രഹത്തിനും സ്വന്തം ഇഷ്ടം പോലെ തീരുമാനമെടുത്ത ഓരോരുത്തരെയും അങ്ങ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ആഗ്രഹപ്രകാരം കർത്താവെ പ്രവർത്തിക്കുന്നതിനായി, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മക്കൾ യഹോവ നൽകുന്ന അവകാശം എന്ന് പറഞ്ഞ വചനം പോലെ, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം എന്ന വചനം പോലെ കർത്താവെ, ഇവർക്ക് ഉദരഫലം നൽകി അനുഗ്രഹിക്കുവാൻ കർത്താവ് മാത്രമേ ഉള്ളൂ യേശുവേ. ഇപ്പോൾ കർത്താവെ, ഈ സമയം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ ഗർഭപാത്രത്തിലും അങ്ങയുടെ ശക്തി ഇറങ്ങി വരാനായി പ്രാർത്ഥിക്കുന്നു. ഗർഭം ധരിക്കാനാവാതെ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. മാറിപ്പോകുന്നതിനായി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനാൽ ക്ഷമിക്കുന്ന കർത്താവ്, കരുണയുള്ള കർത്താവ്, ഓരോരുത്തരോടും ക്ഷമിക്കണമേ കർത്താവെ. ഇവരെ അനുഗ്രഹിച്ച് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി പ്രാർത്ഥിക്കുകയാണ്. നിന്ദനയോടെ, പരിഹാസത്തോടെ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ, കൃപ കാണിക്കണമേ എന്ന് പറയുന്ന കർത്താവെ, ഉദരഫലത്തിനായി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരോട് അങ്ങേക്ക് മനസ്സലിവ് തോന്നണമേ. ഗർഭത്തെ അനുഗ്രഹിച്ച് ഇനി വരുന്ന നാളുകളിൽ സാക്ഷികളെ കേൾക്കാനുള്ള കൃപ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിനായി സ്തുതിക്കുകയാണ്. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവിന് മുൻപാകെ നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചത് അവൻ കേട്ടിരിക്കുന്നു. അവൻ കരുണയുള്ള ദൈവമാണ്, ക്ഷമിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവൻ ക്ഷമിച്ച് മനസ്സലിവ് കൊണ്ട് നിങ്ങൾക്ക് ഗർഭഫലം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതാണ്. അവനായി സ്വയം സമർപ്പിക്കുക. അവന്റെ ആഗ്രഹപ്രകാരം ഒരേ ഒരു വാക്ക്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്റെ ആഗ്രഹമല്ല അങ്ങയുടെ ആഗ്രഹം, എന്ത് കാര്യമായാലും അങ്ങയുടെ ആഗ്രഹം മാത്രം നടക്കട്ടെ, അങ്ങ് അനുഗ്രഹിക്കണമേ. കുടുംബത്തെ യോജിപ്പിച്ച് എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ്, സന്തതികളെയും തന്ന് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഈ പരിപാടിയിലൂടെ നിങ്ങളെ സാക്ഷിയായി നിർത്തുന്നതാണ്. കാരണം പ്രാർത്ഥനയോടെ ഈ പരിപാടികൾ നടത്തുന്നതിലൂടെയും പ്രാർത്ഥനയോടുകൂടി ഈ സന്ദേശം നിങ്ങൾക്കായി നിങ്ങളുടെ മുൻപാകെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നതുകൊണ്ടും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ഈ പ്രാർത്ഥനയ്ക്ക് സ്വയം സമർപ്പിച്ചതിനാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്, നിങ്ങളെ വഴിനയിക്കുന്നതാണ്. കർത്താവ് സന്താന ഭാഗ്യം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുന്നു. വൈകിട്ട് 7 മണിക്ക് സത്യം ടിവിയിലും ജീസസ് റിഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക. നിങ്ങളുടെ കുടുംബ അനുഗ്രഹത്തിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതാണ്.
വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalamavadi, Thuthukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.